മൈ ഗോഡ്, സത്യമാണല്ലോ ദാസേട്ടൻ പറഞ്ഞത്. ഞാനത് മറന്നേ പോയി. ബ്രോ വേഗം അമ്മയെ വിളിക്കേ. ഇനി എന്താ ആലോചിക്കാൻ? വേഗം വിളിക്ക് ബ്രോ. നോക്ക്, അർജന്റ് ആണ്, വേഗം വിളിക്ക്. മാഡം വരില്ല. സാറ് നേരിട്ട് പറഞ്ഞതാ മാഡത്തിനോട്. പക്ഷേ തൃച്ചംബരത്ത് തന്നെ AB നെഗറ്റീവ് ഉള്ള ഒരാളുണ്ട് സഹായിക്കാൻ. ഈ നിൽക്കുന്ന അഖില തന്നെ. അതെ, പണം എത്ര ചോദിച്ചാലും ഒരുപക്ഷെ ചേച്ചി വാരി എറിഞ്ഞു തന്നെന്ന് വരും. പക്ഷെ രക്തവും മാംസവും ചോദിക്കരുത്. അന്നം നൽകുന്നവന്റെ രക്തം ചോദിക്കുന്നത് ഭയങ്കര മര്യാദകേടാ. അഖിലേ, അത് അപ്പോഴത്തെ ഒരു മൂഡിലുണ്ടായ റിയാക്ഷൻ ആയിരിക്കും. ബ്രോ ബ്രോ ഒന്ന് അമ്മയെ വിളിക്ക്. ബ്രോ പറഞ്ഞ അമ്മ കേക്കും. ബ്രോ പ്ലീസ് ബ്രോ ഒന്ന് വിളിക്ക്. ബ്രോ അർജന്റ് ഒന്ന് വിളിക്ക് ബ്രോ. വിളിക്കണ്ട, ഞങ്ങളിവിടെ ഉണ്ട്. അമ്മേ, തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി ദേവതയൊന്നുമല്ല ദാസേട്ട, സാധാരണ മനുഷ്യ സ്ത്രീയാ. പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യവും സങ്കടവും അമ്പരപ്പും കൺഫ്യൂഷനും ഒക്കെ എനിക്കും ഉണ്ടാവും. അത് മാറുമ്പോ ഞാനും ഒരമ്മയാ. പെൺകുട്ടികളില്ലെങ്കിലും രണ്ടാൺമക്കളുള്ള ഒരമ്മ. ഒരു രക്ഷകർത്താവിന്റെ വേദന എനിക്ക് മനസ്സിലാവും. കല്യാണിക്ക് രക്തം നൽകാൻ ഞാനുണ്ട്. ദാസേട്ടൻ ഡോക്ടറെ വിളിക്കേ, ഞാൻ റെഡിയാ. പതുക്കെ. എങ്ങനെയുണ്ട് ഇപ്പോ? ക്ഷീണം തോന്നുന്നുണ്ടോ? കുടിക്കാൻ എന്തെങ്കിലും? ഇല്ല, ബ്ലഡ് കൊടുക്കാന്ന് പറഞ്ഞ ജീവൻ കൊടുക്കും പോലെയല്ലേ. ആരോഗ്യമുള്ള എല്ലാവരും വല്ലപ്പോഴുമെങ്കിലും രക്തദാനം നടത്തണമെന്നാ എന്റെ പക്ഷം. അത് ശരി. അപ്പൊ അതായിരുന്നല്ലേ കുറെ നേരമായി ആലോചിച്ചു കിടന്നത്. ഞാനും അതാ നോക്കിയത്. ബ്ലഡ് കൊടുക്കുമ്പോഴും എന്റെ ശ്രീമതിക്കെന്താ ഇത്ര ചിന്തയെന്ന്. കാമോൺ കൃഷ്ണേട്ടാ, ബ്ലഡ് കൊടുത്തപ്പോ ഞാൻ ചിന്തിച്ചത് അതൊന്നുമല്ല, കൃഷ്ണേട്ടനെ കുറിച്ചാ. കൃഷ്ണേട്ടന് അടുത്ത ആഴ്ച തരാൻ പോകുന്ന സമ്മാനത്തെക്കുറിച്ച്. അടുത്ത ആഴ്ച? ഓ, വാലന്റൈൻസ് ഡേ. ആ പതിവൊക്കെ ഞാനങ്ങ് മതിയാക്കുക. നമുക്ക് പ്രായം കുറയായി. ഇനിയിപ്പോ ചെറുപ്പക്കാരുടെ സമ്പ്രദായമൊക്കെ വേണം. വയസ്സായതേ കൃഷ്ണേട്ടനോ,
ഐ എം സ്റ്റിൽ യങ് മാൻ. പ്രണയത്തിനെ കണ്ണു മാത്രമല്ല പ്രായവും ഇല്ല. അത് മനസ്സിലാക്കുന്നവർക്ക് എന്നും വാലന്റൈൻസ് ഡേ. ശരി ശരി, ഞാൻ സറണ്ടർ ആയേ. ഓക്കെ. ഇനി ചോദിക്കാൻ വച്ചിരുന്ന ചോദ്യം, ദാസ് ആദ്യം പറഞ്ഞപ്പോ ബ്ലഡ് കൊടുക്കാൻ സമ്മതിക്കാത്ത താൻ പിന്നീട് അതിന് സമ്മതിച്ചെന്താ? എനി പർട്ടിക്കുലർ റീസൺ? ഉണ്ട്. ഞാനിപ്പോ ചെയ്തതൊരു കടം വീട്ടില്ല. എനിക്ക് തന്ന വാക്ക് പാലിക്കാനാ കല്യാണി ജീവൻ വരെ കളയാൻ തയ്യാറായത്. വാക്ക് പാലിക്കാനോ? നീ എന്തൊക്കെ ആഗ്രഹി പറയുന്നത്? അതെ കൃഷ്ണേട്ടാ, അരവിന്ദ് നന്ദന നിശ്ചയം മുടങ്ങിയ ആ ദിവസം നിങ്ങളെ പുറത്താക്കി ഞാൻ കല്യാണിയെ മാറ്റി നിർത്തി എന്താണ് പറഞ്ഞതെന്ന് കൃഷ്ണേട്ടന് ഇതുവരെ ചോദിച്ചില്ലല്ലോ. അന്ന് ഞാൻ അവളെ കൊണ്ട് ഒരു പ്രതിജ്ഞ എടുപ്പിക്കുകയായിരുന്നു. എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയുള്ള ഒരു വാക്കുറപ്പിക്കൽ. മുടങ്ങിപ്പോയ നിശ്ചയം 7 ദിവസത്തിനുള്ളിൽ നടക്കണം. നീ വേണോ അത് നടത്താൻ? തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മകൻ ഒരു ഡ്രൈവറുടെ മോളെയും പ്രേമിച്ചിട്ടില്ല. വെറുതെ അങ്ങനെ പറഞ്ഞതാണെന്ന് നീ തന്നെ എല്ലാവരോടും പറയണം. ഇന്നു മുതൽ 7 ദിവസം, അതിനുള്ളിൽ അരവിന്ദും നന്ദനയും സ്വന്തം ഇഷ്ടപ്രകാരം ഈ നിശ്ചയത്തിന് സമ്മതിച്ച് എന്റെ മുന്നിൽ വന്നിരിക്കണം. ഇല്ലെങ്കിൽ ഈ തൃച്ചംബരം തറവാട്ടിൽ നിന്നും ഒരാൾ 6 അടി മണ്ണിൽ പോയിരിക്കും. ഇത് സത്യം. മുമ്പ് ഹാർട്ട് അറ്റാക്ക് വന്ന് കാറിൽ കുഴഞ്ഞു വീണപ്പോ എന്നെ രക്ഷപ്പെടുത്തിയവളാ കല്യാണി. ഇന്ന് നിനക്ക് തന്ന വാക്ക് പാലിക്കാൻ അവൾ സ്വന്തം ജീവൻ വരെ പണയം വച്ചിരിക്കുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി നീ എന്തുകൊണ്ടാ നിന്റെ ജീവരക്തം അവൾക്ക് നൽകിയതെന്ന്. യു ഹാവ് ഡൺ സംതിങ് ഗ്രേറ്റ്, അഖില. ഐ എം റിയലി പ്രൗഡ് ഓഫ് മൈ ബെറ്റർ ഹാഫ്. താങ്ക് യു. മോളെ, നീ ഇതെന്താ ആലോചിക്കുന്നത്? ഓഫീസിൽ പോകുന്നില്ലേ? ഇന്നെന്താ ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്? അതല്ല അമ്മേ, ഓരോന്ന് ആലോചിക്കുമ്പോ ചെറിയൊരു ആപത്ത് മണക്കുന്നുണ്ടോന്നൊരു സംശയം. പ്രത്യേകിച്ച് അവര് തമ്മിലുള്ള ബന്ധത്തിൽ പുതിയ ഡെവലപ്മെന്റുകൾ നടക്കുമ്പോ. എന്താപത്ത്? എന്ത് ഡെവലപ്മെന്റ്? ആര് തമ്മിൽ? കല്യാണിയും അഖിലാണ്ടേശ്വരിയും തമ്മിൽ. അടുക്കളക്കാർക്ക് ജീവൻ ആപത്ത് വരുമ്പോ അരമനയിൽ നിന്ന് ഇറങ്ങി മഹാറാണി വന്ന് രക്തദാനം നൽകുന്നു. സീരിയലാക്കാൻ പറ്റിയ കഥയാ. ആലോചിക്കുമ്പോ ഉറപ്പാ തോന്നുന്നേ. ശരിയാ. അഖിലാണ്ടേശ്വരി സ്വന്തം സ്റ്റാറ്റസ് കളഞ്ഞു കുളിക്കുക. അതവിടെ നിൽക്കട്ടെ. നീ എന്താ ആപത്ത് മണക്കുന്നുണ്ടെന്ന് പറഞ്ഞത്? ഇതിപ്പോ ആക്സിഡന്റ് നടന്ന സ്ഥിതിക്ക് നല്ല ടെൻഷൻ ഉണ്ടാക്കുന്ന സംശയം. തന്റെ ആത്മഹത്യക്ക് പ്രേരണയും കാരണക്കാരും നമ്മളാണെന്ന് ആ കല്യാണി മൊഴി കൊടുക്കുകയാണെങ്കിലോ? ആത്മഹത്യാ പ്രേരണ നല്ല സ്ട്രോങ് വകുപ്പാ. ജയിലിൽ പോകേണ്ടി വരുമോ നമുക്ക്? നീ ഉള്ളിടത്തോളം കാലം അരവിന്ദിന് മനസ്സമാധാനത്തോടെ എന്നോടൊപ്പം ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനാണ് നീ ആഗ്രഹിക്കുന്നെങ്കിൽ നാളെ ഞാൻ അവിടെ എത്തുമ്പോ നീ എന്നേക്കുമായി പോയിരിക്കണം. ആ വീട് വിട്ടല്ല, ഈ ഭൂലോകം വിട്ട്. കല്യാണി അങ്ങനെ മൊഴി കൊടുത്താ നമ്മുടെ ഈ കഥ മാറുന്ന ഉറപ്പാ. ഒരു പക്ഷെ അത് അറിഞ്ഞാൽ അരവിന്ദ് ഈ നിശ്ചയത്തിൽ നിന്നും എന്നേക്കുമായി പിന്മാറിയെന്നും വരും. ഇപ്പൊ സഹതാപത്തില് കുളിച്ചു കിടക്കുന്ന അഖിലാണ്ടേശ്വരിയും കാണില്ല. നമുക്ക് സൈഡ് പറയാം. ഏയ്, അതൊന്നും നടക്കില്ലെന്നേ. ഈ നിശ്ചയം നടത്താൻ വേണ്ടി ജീവൻ വരെ വെടിയാൻ തയ്യാറായ കല്യാണി നീ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞ് കല്യാണം മുടക്കാൻ നോക്കൂ. നോ, നെവർ.
ഒരിക്കലും നടക്കില്ലത്. മാത്രല്ല, കല്യാണിയുടെ ഓപ്പറേഷൻ നടക്കാൻ പോകുന്നതേയുള്ളൂ. അവൾ അതിനെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെങ്കിലല്ലേ ആപത്ത്. അവളുടെ ജീവിതം അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ ചോര വാർന്ന് വാർന്ന് മരവിച്ചു പോയാൽ എങ്ങനെയിരിക്കും? നീയൊന്ന് ആലോചിച്ച് നോക്ക്. ദാസേ, ഇനി ഒരു കുഴപ്പവും വരില്ല. അഖിലെ രക്തം കൊടുത്തില്ലേ? ഓപ്പറേഷൻ കഴിഞ്ഞ് നേരത്തോടെ നേരവും കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന വാർത്ത കല്യാണിക്ക് ഒരു കുഴപ്പമില്ലെന്നാകും. സമാധാനമായിരിക്കും. പേഷ്യന്റിനെ പോസ്റ്റ് ഓപ്പറേഷൻ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഷീസ് ഓൾമോസ്റ്റ് ഓക്കെ. അപകടനില തരണം ചെയ്തിട്ടുണ്ട്. പക്ഷേ വേറൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്തുപറ്റി ഡോക്ടർ? പേഷ്യന്റ് ഇപ്പോഴൊരു കോമ സ്റ്റേജിലാണ്. ബോധം വന്നിട്ടില്ല. എന്ന് പറഞ്ഞ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഡോക്ടർ. നോക്കൂ, തലയിലെ മുറിവ് അത്ര വലുതല്ല, പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. പക്ഷെ തലയ്ക്കുള്ളിലേറ്റ ആഘാതം വലുതാണ്. ആ ഷോക്കിൽ പേഷ്യന്റിന് ബോധം തിരിച്ചു കിട്ടുന്നത് വൈകും. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഡോക്ടറെ, എനിക്ക് എൻ്റെ മോളെ പഴയതുപോലെ തിരിച്ചു വേണം. ബോധം പോയി ആരെയും തിരിച്ചറിയാത്ത അവസ്ഥ വന്നാൽ എനിക്കത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. എൻ്റെ ദൈവമേ. ദാസേട്ട വിഷമിക്കരുത്. അവൾക്ക് ജീവനാപത്തൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, അതാ വലിയ കാര്യം. ഡോക്ടർ, എത്ര ലക്ഷങ്ങൾ ചെലവായാലും ശരി, വിദേശത്തു നിന്നും സ്പെഷ്യലിസ്റ്റുകളെ വരുത്തണമെങ്കിൽ അതിനും തയ്യാറാ. കല്യാണി ഞങ്ങൾക്ക് പഴയ നിലയിൽ തിരിച്ചു കിട്ടണം. ജസ്റ്റ് ഡു ദ നീഡ്ഫുൾ പ്ലീസ്. ഞാൻ ശ്രമിക്കാം മാഡം. ഒരു സാധ്യതകളും തള്ളിക്കളയുന്നില്ല. കല്യാണി ചിലപ്പോൾ ദിവസങ്ങൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ പഴയ സ്റ്റേജിലേക്ക് തിരിച്ചു വന്നു വരാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇഷ്ടപ്പെട്ടവരുടെ സാന്നിധ്യവും സംസാരവും ഒരുപക്ഷെ കല്യാണിയെ പെട്ടെന്ന് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവന്നു വരാം. പേഷ്യന്റിനോട് ഏറ്റവും അടുപ്പമുള്ളവരുടെ സാമീപ്യം ചിലപ്പോൾ റിക്കവർ ചെയ്യാൻ കൂടുതൽ സഹായകരമാകും. ആ വഴിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ? കൃഷ്ണേട്ടാ, എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നു. നമുക്ക് പോയാലോ? ഷുവർ. ആനന്ദേ, അച്ഛാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചറിയും. ശരി. ദാസേ, എല്ലാം ശരിയാകും. മോനെയും കുട്ടിയെ കല്യാണിയെ മുറിയിൽ പോയെന്ന് കാണാൻ നോക്ക്. കുട്ടികളുണ്ട് ഇവിടെ സഹായത്തിന്. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ, അങ്ങനെയാണല്ലേ.
തക്കാളിയും തേനും കൂടി മിക്സ് ചെയ്ത് 10 മിനിറ്റ് മുഖത്ത് പുരട്ടിയാ മതിയല്ലേ? ആ, ഞാൻ ഇന്ന് മുതൽ എന്നെ ചെയ്യാം. ഒരു ചെറിയ കരുവാളിപ്പ് മുഖത്ത്. ഉഫ്, എന്താ ഐശ്വര്യമുള്ള മുഖമായിരുന്നു എന്റേത്. സുജാത എന്തെല്ലാം ക്രീമൊക്കെ വാരി ഇട്ടെന്നറിയോ? എവിടെ നീ ചോദിച്ചായിരുന്നോ? ഇല്ല, കുറെ നേരമായിട്ട് അവര് ഫോണിൽ സംസാരമാ. ചോദിച്ച എന്തു പറയൂന്ന് ഒരു ഊഹമില്ല. അഖില മാഡത്തിനോടാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ദേഷ്യപ്പെടുവെന്നേ ഉള്ളൂ. ഇത് വിഷമല്ലേ, കൊടും വിഷം, എന്തും പറഞ്ഞു കളയും. ആ, അവര് രണ്ടുപേരും ബാംഗ്ലൂരിൽ നിന്ന് പഠിക്കുക. ക്രിസ്മസ് വെക്കേഷന് വന്നിട്ട് പോയേ ഉള്ളൂ. അതൊന്നും സാരമില്ലെന്നേ, 1 മണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളൂ. ഇതിപ്പോ അവരെല്ലാം ഹോസ്പിറ്റലിൽ പോയ സ്ഥിതിക്ക് ഈ കൊച്ചമ്മയെ നമ്മൾ സഹിച്ചല്ലേ പറ്റൂ. ഒന്ന് പതുക്കെ അവര് കേൾക്കും. ആ, അങ്ങേര് ഇവിടെ എവിടെയെങ്കിലും കാണും. ആ ആ അല്ലല്ല, എങ്ങോട്ട് പുറത്തേക്ക് പോയെന്ന് തോന്നുന്നു. ഓ, അത് പറയാൻ മറന്നു. ഇവിടെ സന്തോഷിക്കാൻ ഒരു കാര്യം നടന്നിട്ടുണ്ട്. ഇവിടുത്തെ അടുക്കളക്കാരിയില്ലേ കല്യാണി, നീയെന്ന് കണ്ടതാ അവളെ. ആ, ഒരു മെലിഞ്ഞ് കൊല്ലുന്നതിന് വെളുത്ത് പല്ലിയ പോലൊരു പെണ്ണ്, അവളെ തന്നെ. അവളെ ഇപ്പൊ ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലിലാ. ഡോക്ടേഴ്സൊക്കെ കൈയൊഴിഞ്ഞു. തട്ടിപ്പോണ ലക്ഷണ ഇപ്പോ. അങ്ങനെയാണെങ്കി എനിക്കൊരു 101 തേങ്ങ ഉടയ്ക്കണമെന്നാ മനസ്സില്. ഏതായാലും ഇന്നോ നാളെയോ തീരുമാനം അറിയാം. ആ ശരിയടി, ഞാനേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാവേ. എനിക്ക് മാലിനിയുടെ ഫോൺ വരുന്നുണ്ട്. ആ മാഡം. ആ, എന്താ രണ്ടെണ്ണം കൂടി? മാഡം 1 മണിക്കൂർ പെർമിഷൻ ചോദിക്കാൻ വന്നതാ. പെർമിഷനോ? എന്തിന്? ഹോസ്പിറ്റൽ വരെ ഒന്ന് പോണം, കല്യാണി ഒന്ന് കാണാനാ. ഏത് കല്യാണി? ഓ, ഇവിടുത്തെ കുക്കിംഗ് സ്റ്റാഫ് കൊള്ളാം. ഡ്യൂട്ടി സമയത്ത് അതും ഇവിടെ ഒരുപാട് ജോലികൾ കിടക്കുമ്പോ നിങ്ങളെങ്ങനെയാ കല്യാണിയെ കാണാൻ ഹോസ്പിറ്റലിൽ പോകുന്നേ? നടക്കുന്ന കാര്യല്ലല്ലോ. ജോലിയൊക്കെ തീർന്നു മാഡം. ഇപ്പൊ ഒരു ബസ്സുണ്ട് അവിടേക്ക്, അത് കിട്ടിയാ പെട്ടെന്ന് പോയിട്ട് മടങ്ങി വരാൻ പറ്റും. അയ്യാടാ, ജോലിയൊക്കെ തീർന്നെന്നോ? എന്നാലേ ഇന്ന് എനിക്ക് ചില ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അതിനിടയിൽ ഇവിടെ ആർക്കും എവിടെയും പോകാൻ പറ്റില്ല. പിന്നെ ജോലികൾ തീർന്ന കാര്യം, ദേ വെളിയിൽ കിടക്കുന്ന കാറുകളൊക്കെ ആകെ പൊടി പിടിച്ച് കിടക്കുന്നത് കണ്ടോ താൻ? പോയി കഴുകി വൃത്തിയാക്കടോ അതൊക്കെ. ഇനി പാചകക്കാരന്റെ ജോലി മാത്രമേ ചെയ്യുന്നു, വാശിയൊന്നും ഇല്ലല്ലോ. അയ്യോ, 2 എണ്ണത്തിനും അങ്ങ് തരിച്ച് നിക്ക. ബോധവും പൊക്കണോ ഇല്ലാത്ത കല്യാണിയെ കാണാൻ വേണ്ടി. ഛേ, നിനക്കൊക്കെ നല്ല ഓർമ്മയുണ്ടാവും. നീയൊക്കെ ആ കല്യാണിയോടൊപ്പം ചേർന്ന് എന്റെ അന്നത്തിൽ ഉപ്പ് വാരി ഇട്ടതൊന്നും ഈ വിലാസിനി മറന്നിട്ടില്ല. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, മര്യാദക്കെങ്കിൽ മര്യാദക്കെന്നാ ഈ തൃച്ചംബരത്തെ വിലാസിനിയുടെ പോളിസി. മറിച്ചാണെങ്കിൽ ഈ വിലാസിനിയുടെ തനി നിറം നീയൊക്കെ അറിയും. എന്താ ഇവിടെ? സാറേ, കല്യാണിയെ കാണാൻ ആശുപത്രി പോകാൻ മാഡത്തിനോട് 1 മണിക്കൂർ പെർമിഷൻ ചോദിച്ചതാ. മാഡം പറ്റില്ലെന്ന് പറയുന്നു. പറ്റില്ലെന്നോ? അതെന്താ കാര്യം? കാര്യമുണ്ട്. മാലിനിയും റോസിയും കനകദുർഗയും ഒക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നെ കാണാൻ. വിമൻസ് ക്ലബിന്റെ ആനിവേഴ്സറിയെ കുറിച്ച് ആലോചിക്കാനാ. അവർക്ക് വല്ലതുമൊക്കെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. അതെ, നീ തന്നെ അടുക്കള കയറി നേരിട്ടങ്ങ് ഉണ്ടാക്കിയാ മതി. ഇവർക്ക് ശമ്പളം കൊടുക്കുന്നതേ തൃച്ചംബരത്തുള്ളവർക്ക് വെച്ചു വിളമ്പാനാ. നിന്റെ മാലിനി കൊച്ചമ്മയ്ക്കും റോസി കൊച്ചമ്മയ്ക്കും പാദസേവ ചെയ്യാനല്ല. നിങ്ങൾ വയ്ക്കോ, പോയിട്ട് വേഗം വരണം. ശരി സാർ. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിന് ശബ്ദം വേണ്ട. എനിക്ക് അതിശയം തോന്നുന്നു, നീ ഒരു മനുഷ്യ സ്ത്രീയാണോ? കഷ്ടം. അവിടെ ഹോസ്പിറ്റലിൽ ഒരു പെൺകുട്ടി മരണത്തോട് മല്ലടിക്കുമ്പോ നിന്റെ വാശിയും വൈരാഗ്യം ഒന്നും തീർന്നിട്ടില്ലല്ലേ? ഛേ, നിന്റെ മുഖത്ത് നോക്കാൻ തന്നെ എനിക്ക് അറപ്പ് തോന്നുന്നു. അവിടെ ഏട്ടത്തെയാണെങ്കിൽ കല്യാണിന്റെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം രക്തം ഊറ്റി കൊടുത്തോണ്ടിരിക്കുന്നു. ഇവിടെ നീയാണെങ്കിലോ രക്തദാഹിയായ പിശാചിനെ പോലെ ബാക്കിയുള്ളവരുടെ രക്തം ഊറ്റി കുടിച്ചോണ്ടിരിക്കുന്നു. നിന്നെ കെട്ടി ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന് എന്നെ ചാട്ടവാറ് കൊണ്ടടിക്കണം. തലയിലെഴുത്ത്. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി കല്യാണിക്ക് രക്തം കൊടുക്കുന്നെന്നോ? ദൈവമേ, ഇങ്ങനെ പോയി അവളെങ്ങാനും രക്ഷപ്പെട്ടു വന്ന
ഇവിടെ എന്റെ സ്ഥാനം കയ്യേറുന്ന മട്ടാണല്ലോ. അത് ഭയങ്കര ആപത്താ. ഇതിപ്പോ ഇങ്ങനെ വിട്ടാ പോരാ. ആ, കല്യാണി ഒരു കാരണവശാലും തൃച്ചംബരത്തേക്ക് തിരിച്ചു വരരുത്. അതിന് ഈ വിലാസിനെ അവളെ അങ്ങോട്ട് ചെന്ന് കണ്ടാലേ പറ്റൂ. അവളെ അവിടെ തന്നെ ഇല്ലാതാക്കാൻ.